തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മുഴുവനും അങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഔട്ട്സ്കേർട്സ്, ഇവർ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കാട്ടാക്കട എന്ന് പറയുന്നിടത്ത് ഒരു ഭാഷയാണ്, നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു ഭാഷയാണ്, കളിയിക്കാവള എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഉദയം കുളങ്ങര, പരശുവയ്ക്കൽ, വെള്ളങ്ങൾ കുടിച്ചാ അതൊക്കെ അവിടെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഷ. പിന്നെ ഈ നമ്മുടെ തീരദേശത്ത് ചെല്ലുമ്പോൾ ഒരു വിഴിഞ്ഞം, അവിടെ വേറെ ഭാഷ. ഈ പരശുവയ്ക്കൽ നമ്മളെ തമിഴ്നാട്ടിലോട്ട് അടുക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെയാണ് നീട്ടലുള്ളത്. വെള്ളങ്ങൾ കുടിച്ചാ ജോലിക്കൊക്കെ പോയാ ഇന്ന് ജോലികളൊന്നുമില്ലായിരുന്നു, അതൊക്കെ അവിടെയാണ് കേട്ടോ. തിരുവനന്തപുരം സിറ്റിക്കകത്ത് താമസിക്കുന്നവർ ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തുകാർ എന്തരുടെ എന്നൊന്നും അങ്ങനെ സംസാരിക്കുന്നത് എന്തരുടെ പറയാത്ത സ്ഥലത്താണ്. പ്രോപ്പർ തിരുവനന്തപുരത്തിന്റെ സെന്റർ. അപ്പൊ സ്ലാങ് ഏകദേശം സ്ലാങ് ഒരു വ്യത്യാസമുണ്ട്. എന്നാലും മറ്റേതുപോലെ സിനിമയില് രാജമാണിക്യത്തിൽ മമ്മൂക്ക നല്ലൊരു വ്യത്യാസമുണ്ട് ഇല്ലേ ഷാഫിക്ക്? അങ്ങനെ തോന്നിയില്ലേ ഷാഫിക്ക്? ഓരോ സ്ഥലത്തുള്ളത് ഓരോ വ്യത്യാസമുണ്ട്. ഷാഫിക്കാന്നാണ് ഞാൻ വിളിച്ചത്, ഷാഫി സാർക്ക്. എങ്ങനെയായാലും കുഴപ്പമില്ലല്ലേ? എങ്ങനെയായാലും അല്ലേ, ഞാൻ പെട്ടെന്ന് ഈ ഷാഫിന്നാണോ ഡൗട്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ 8 വയസ്സുള്ള പിള്ളേർ വിളിക്കുന്ന മമ്മൂക്കാന്നല്ലേ? അതെ, അതല്ലേ നല്ലത്. ബൈജോട്ടൻ എന്താ വിളിക്കണ ഇഷ്ടം? അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ബൈജോട്ടൻ എന്താ ഇഷ്ടം? ബൈജോട്ടാ വിളിക്കുന്നതാണോ? ശരിക്കും ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവും. എനിക്കോ? നിനക്ക് എത്ര വയസ്സാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നിന്റെ അച്ഛനാണുള്ള പ്രായം ഉണ്ടല്ലോ ഞാൻ പറയാം. ആദ്യം നിന്റെ വയസ്സറിയാം, അത് പറഞ്ഞിട്ട് നീ ഇന്നിവിടെ പോയാൽ മതി. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയുള്ളൂ. ഇല്ല പറ്റില്ല, ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നിന്റെ വയസ്സ് അല്ലെങ്കിൽ ആധാർ കാർഡ് കാണിക്കണം, തന്നെ ആധാർ കാർഡ് കാണിക്കേണ്ടി വരും. എന്നാലും ഞാൻ പറയും നിന്റെ അച്ഛനാണുള്ള പ്രായം ഉണ്ടോ ഇല്ല ഞാൻ പറയും. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രായം 25 അച്ഛനാണുള്ള പ്രായം ഉണ്ടോ? അതുകൊണ്ടല്ലേ നിന്നെ ഒന്നും പറയാത്തത്. നീ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ എന്നോട് ചോദിച്ചു, എന്നിട്ട് ഞാൻ ക്ഷമിച്ചു തന്നുണ്ടോ നിനക്ക് എന്റെ മോളുടെ പ്രായമുള്ളതുണ്ടോ അല്ലേ? മൂത്ത മോളാണോ മോനാണോ? എന്റെ മോള്. മോൾക്ക് എത്ര വയസ്സായി? 23 വയസ്സ്. കുറച്ച് താമസിച്ച് കെട്ടിയത്. 97 കെട്ടിയത് കല്യാണം വെച്ചത്? 98. ഞാൻ 95. എന്റെ സിസ്റ്റർ ഉണ്ടായത് 95. ചേച്ചിയോ അനിയത്തിയോ? ചേച്ചി. എനിക്ക് 25 ആകുമ്പോ പിന്നെ അനിയത്തി ഉണ്ടാവും. 95 ഉണ്ടായത്. അപ്പൊ അനിയത്തി 95 ഉണ്ടാവോ? ഒരു മിനിറ്റ്, നീ 97 അപ്പൊ നിന്റെ ചേച്ചിയല്ലേ 95 ഉണ്ടാവേണ്ടത്? അതല്ലേ നീ പിന്നെ അനിയത്തി എന്ന് പറഞ്ഞത്? ചോദിച്ചത് ചേച്ചിയോ അനിയത്തിയോ ചോദിച്ചത് നിങ്ങളല്ലേ? അപ്പൊ ആരാ മിസ്റ്റേക്ക്? ഇതിപ്പോ എന്റെ മിസ്റ്റേക്ക്. അതെ, ബാക്കി മുഴുവൻ നിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഒരു മിസ്റ്റേക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താ പറയാ, നമ്മുടെ എന്നായിരുന്നു സാർ ഒന്നുകൂടി റിലീസ് ഡേറ്റ് മറന്നുപോയി. 23 ഡിസംബർ 23. ബൈജു ചേട്ടൻ നല്ല അടിപൊളിയായിട്ടൊരു റോൾ അതിൽ ചെയ്യുന്നുണ്ട്. റോളിനെ പറ്റി പറഞ്ഞോളൂ.